നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. ഇത്തവണയും ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഇല്ല, UDF ഇല്ല. പിന്നെ ഇടതുമുന്നണി CPM-ഉം BJP-യും മാത്രമേ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളായി അവശേഷിക്കൂ എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഭരണം പിടിക്കുക എന്ന ദൃഢനിശ്ചയത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. അതിന് അവർ രംഗത്തിറക്കുന്നത് ചില്ലറക്കാരനെയല്ല. കർണാടക ഉപമുഖ്യമന്ത്രി സാക്ഷാൽ DK ശിവകുമാറിനെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലകൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവാണ് DK ശിവകുമാർ. കർണാടകയിൽ കോൺഗ്രസിന് ഭരണം ലഭിച്ചതാണ് യഥാർത്ഥത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ഒരു പുനരുജ്ജീവനത്തിന് കാരണമായതെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ചുക്കാൻ പഠിച്ച DK ശിവകുമാറിനെ തന്നെ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനും ഉപയോഗിക്കാമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കി കഴിഞ്ഞു. ആളും അർത്ഥവും ഇറക്കി DK ശിവകുമാർ 2026 കേരളത്തിലെ ഭരണം കോൺഗ്രസിനും UDF-നും വെള്ളിത്തളികയിൽ വച്ച് സമ്മാനിക്കുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉറച്ച് വിശ്വസിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. DK ശിവകുമാറിനൊപ്പം രൺദീപ് സിംഗ് സുർജേവാല, യുവരക്തമായ യുവതുർക്കിയായ സച്ചിൻ പൈലറ്റ് എന്നിവരും ഉണ്ടാകും. മാത്രമല്ല, ഈ 3 പേരും കൂടിയായിരിക്കും കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഒരു സ്ട്രാറ്റജി, തന്ത്രം, റോഡ് മാപ്പ് തയ്യാറാക്കുന്നത് ഇവർ 3 പേരും കൂടിയായിരിക്കും. DK ശിവകുമാർ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഫണ്ട് റൈസറാണ്. എത്ര കോടി രൂപ വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് സമാഹരിക്കാൻ കഴിയുന്ന ഉജ്ജ്വലനായ ഫണ്ട് റൈസർ എന്നാണ് DK ശിവകുമാറിനെ പറ്റി എതിരാളികൾ പോലും പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പിണറായിയുടെ സന്നാഹത്തെ നേരിടാൻ DK ശിവകുമാറിനെ പോലൊരാൾ അത്യാവശ്യമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് DK ശിവകുമാറിനെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലകൾ ഏൽപ്പിക്കാനും കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, കേരളത്തിൽ അടുത്ത തവണ ഭരണം പിടിച്ച് അടങ്ങൂ എന്ന ദൃഢനിശ്ചയത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സംഘം കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലങ്ങളും കൃത്യമായി പഠിക്കുകയും അവിടെ എന്തൊക്കെ ചെയ്യണം, ആരൊക്കെ വിന്യസിക്കപ്പെടണം എന്നെല്ലാം കുറിച്ചും കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. സുനിൽ കനകോലു ആവട്ടെ DK ശിവകുമാറുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. സുനിൽ കനകോലു കൊടുത്ത റിപ്പോർട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് ശിവകുമാറിന്റെ കയ്യിൽ നൽകിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ആളും അർത്ഥവും സമാഹരിക്കേണ്ട ചുമതല DK ശിവകുമാറിന്റെ ചുമലിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ഇനി ഭരണമില്ലാത്തത് കൊണ്ട്, കേന്ദ്രത്തിലും കേരളത്തിലും ഭരണമില്ലാത്തത് കൊണ്ട് ഫണ്ടിനൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവിടെയുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. ഫണ്ടിനായി നിങ്ങൾ ഇനി കൈനീട്ടേണ്ട കാര്യമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആവശ്യമായ ഫണ്ടുകൾ DK ശിവകുമാർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകുമെന്ന സൂചനയാണ് ഹൈക്കമാൻഡ് ഇതിലൂടെ നൽകുന്നത്. ഏതായാലും കേരളത്തിലും കൂടെ ഭരണം പിടിച്ചാൽ കർണാടകവും കേരളവും തെലുങ്കാനയും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വേരോട്ടം ശക്തമാകുമെന്നും അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യുമെന്നുമാണ് ഹൈക്കമാൻഡ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും കേരളത്തിലെ ഭരണം പിടിക്കാൻ DK ശിവകുമാറിനെ പോലൊരു അതികായനെ കേരളത്തിൽ ഇറക്കി കളിക്കേണ്ടി വരുമെന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നടപ്പാക്കാനും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മികച്ച രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു അടുക്കം ചിട്ടയും ഉണ്ടാക്കാനും നിർബാധം ഫണ്ട് ഒഴുക്കാനും എല്ലാം DK ശിവകുമാറിന്റെ പിന്തുണ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം തന്നെ DK ശിവകുമാറിനെയും സംഘത്തെയും ഏൽപ്പിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്.